ഇന്നലെയൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സംസാരിച്ച ഒരു വാർത്തയായിരുന്നു മലപ്പുറത്ത് 5ാം ക്ലാസ്സുകാരിയുടെ കൈ അധ്യാപകൻ തല്ലി ഒടിച്ച സംഭവം അല്ലേ. ഈ വിഷയത്തിൽ അധ്യാപകനെതിരെ ഇപ്പം നിലവിൽ നടപടി വന്നിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ് MSM-HSSലെ അധ്യാപകൻ ബൽരാജിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഹോംവർക്ക് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് അധ്യാപകൻ ചൂരൽ കൊണ്ടടിച്ച് ഈ വിദ്യാർത്ഥിയുടെ കൈ പൊട്ടിക്കുകയായിരുന്നു. കുടുംബവും പോലീസിലും അതേപോലെ ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ശാന്തകുമാർ വള്ളാലത്ത് വിവരങ്ങളുമായി ചേർന്നു. ശാന്തകുമാർ, ഒരു ചെറിയ കൊച്ച് അത് ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ കൈ തല്ലി പൊട്ടിക്കുക, അതിന് പിന്നാലെ അതിനെ ന്യായീകരിക്കുക, കുടുംബം പരാതിപ്പെടുക, ഇതിപ്പം ഒരു കുടുംബത്തിൻ്റെ മാത്രം പരാതിയല്ലേ. നോക്കൂ, ഇന്നലെ ഈ ഒരു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ എത്ര രക്ഷിതാക്കളാണ് ഈ അധ്യാപകനെതിരെ തന്നെ സമാന പരാതിയുമായി രംഗത്ത് വന്നത്. അപ്പം ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ അധ്യാപകൻ തുടർന്ന് വരുന്ന ഒരു പരിപാടിയാണ്, പിള്ളേരെ ഈ വേദനിപ്പിക്കുക, അവരെ ആക്രമിക്കുക എന്നുള്ള സംഭവം. ഇപ്പം നടപടിയിലേക്ക് പോയിരിക്കുന്നു. എങ്ങനെയാണ്, ഏത് ആക്ടിന് പുറത്താണ് നടപടി എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് പോലീസ് നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ്. ഒരു അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കൽപ്പഞ്ചേരി MSM-HSS സ്കൂളിലെ അധ്യാപകൻ ബൽരാജിന്റെ നേരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ വലത് കൈയാണ് പൊട്ടുകയും ചെയ്തത്. വലത് ചൂരൽ കൊണ്ട് അടിച്ചു. ഒരടിയിൽ തന്നെ ഈ കുഞ്ഞിന്റെ കൈ പൊട്ടി എന്നുള്ളതാണ്. ആ പൊട്ടിയ കൈ വെച്ച് തന്നെ ഈ കുട്ടിയെ കൊണ്ട് വീണ്ടും ബോർഡിൽ എഴുതിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഈ കുട്ടി നേരത്തെ സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടിയെ മാത്രമല്ല, ക്ലാസ്സിൽ ആ അധ്യാപകനെതിരെ നിരവധി രക്ഷിതാക്കളും കുട്ടികളും തന്നെയാണ് കഴിഞ്ഞ ദിവസം പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ കൈ പൊട്ടിയ സാഹചര്യത്തിൽ അത് രക്ഷിതാക്കൾ തന്നെ പോലീസിൽ പരാതി നൽകി, ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ കൽപ്പകഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ ഏകദേശം 11:30 മണിയോടുകൂടി തന്നെ ഈ പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധ്യാപകനെ ഇന്ന് തന്നെ കസ്റ്റഡി എടുക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷനും ഇന്ന് ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം കൽപ്പകഞ്ചേരിയിൽ ഉണ്ടായത്. ശരി, ഓക്കെ ശാന്തകുമാർ, ശരി. ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകർ എന്ന് വിളിക്കുന്നത് എന്ന കാര്യം പോലും സംശയമാണ് അല്ലേ. ഒരു ഇങ്ങനെയൊക്കെ അതിക്രമിക്കുന്നതും ചെറിയ, ഇപ്പം വലിയ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ, വലിയ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചൊക്കെ നിൽക്കാം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ കൈയാണ് ഈ മാതിരി അതിനെ തല്ലി പൊട്ടിച്ചു വച്ചിരിക്കുന്നത്. വീട്ടുകാരുടെയൊക്കെ ഒരു സങ്കടം, വീട്ടുകാരുടെ മാത്രമല്ല നാടിൻ്റെ മുഴുവൻ ആശങ്കയല്ലേ.